രാത്രിയായാൽ വൈദ്യുതി ഉണ്ടാവില്ല. തുള്ളി വെളിച്ചമില്ലാതെ ഇരുട്ടിലാണ് നേരം പുലരുവോളും. വെടിയൊച്ച പോലെയുള്ള ശബ്ദങ്ങളും കേൾക്കാം. ഓരോ ദിവസവും ഉറങ്ങുന്നത് പോലും പേടിയോടെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി. തമിഴ്നാട്ടുകാരായ വിദ്യാർത്ഥികളൊക്കെ നാളെ മടങ്ങുകയാണെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളെ നാട്ടിലെത്തിക്കാൻ ആരുമില്ല. ജമ്മു കാശ്മീരിലെ ബാരാമുള കാർഷിക സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയുടെ വാക്കുകളാണിവ. ആ വിദ്യാർത്ഥിയുടെ വാക്കുകളിൽ തെളിയുന്നുണ്ട് ഓരോരുത്തരും എത്രത്തോളം ഭീതിയോടെയാണ് ഈ സാഹചര്യത്തിൽ കഴിയുന്നതെന്ന്. യുദ്ധം ഓരോ ദിനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ബാധിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരെ മാത്രമാണ്. അടുത്ത നിമിഷം താൻ ജീവനോടെ കാണുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥ. അത്തരത്തിലൊന്നാണ് പാക് ഷെല്ലാക്രമണത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണവും. ധീരനും ജനസ്നേഹിയുമായ ഉദ്യോഗസ്ഥനായിരുന്നു ജമ്മു കാശ്മീർ അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ രാജ്കുമാർ ദാപ്പ. വീടിന് നേരെയുണ്ടായ പാക് ഷെല്ലാക്രമണത്തിലാണ് അദ്ദേഹത്തിന് തന്റെ ജീവൻ നഷ്ടമായത്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് യാത്രാമാർഗം പൂർണ്ണമായി നിർത്തലാക്കിയതിനാൽ സ്വന്തം വീടുകളിൽ പോലും തിരികെ എത്താൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് നിരവധി വിദ്യാർത്ഥികൾ. നിലവിൽ സുരക്ഷിതമെന്ന് അവർ പറയുമ്പോഴും ഉള്ളിൽ ഏറെ ഭീതി ജനിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും വാക്കുകളിൽ. നിരപരാധികളായ ഒരുപാട് പേരാണ് ഈ യുദ്ധ സാഹചര്യത്തിൽ പലയിടങ്ങളിലായി ഒരു കൈസഹായത്തിനായി അഭ്യർത്ഥിക്കുന്നത്. ഇത്തരത്തിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രതികരണവുമായി ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിലാണ് ലോകരാജ്യങ്ങൾ പ്രതികരണവുമായി എത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായം. ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനപരമായ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കേണ്ടത്. ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ ഇസ്രായേലും അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യയിൽ പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നാണ് UAEയും പ്രതികരിച്ചത്. യുദ്ധം തുടരുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും സമാധാനവും സ്ഥിരതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ വരെ യുദ്ധസമാനമായ അന്തരീക്ഷം വേണ്ടെന്ന് വയ്ക്കുമ്പോഴും ഇരു രാജ്യങ്ങളും യുദ്ധം തുടരുകയാണ്. ഒരുപക്ഷെ യുദ്ധാവസാനം അതിന്റെ പ്രഹരം ഏൽക്കേണ്ടി വരുന്നത് സാധാരണക്കാരെ കൂടിയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. സാധാരണക്കാരെ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയെ കൂടി പിടിച്ചുലയ്ക്കുന്നുണ്ട് ഈ യുദ്ധ അന്തരീക്ഷം. അതിലൊന്നാണ് വ്യോമയാന മേഖലയിലെ പ്രതിസന്ധി. ആധുനിക കാലത്തെ വ്യോമാക്രമണങ്ങൾ പോലും ആദ്യം ബാധിക്കുന്നത് ഈ മേഖലയാണെന്ന് വസ്തുത. മറ്റൊരു കാര്യം എന്തെന്നാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പോലും തകരാറിലാകുമെന്നതാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടി നൽകുമ്പോഴും പാകിസ്ഥാൻ സാമ്പത്തികമായും സൈനിക തലത്തിനും പിന്തുണ നൽകാൻ തുർക്കി തയ്യാറാവുന്നുമുണ്ട്. ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കിയുടെ തന്നെ ഡ്രോണുകളാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തെയും രാജ്യത്തെ സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ തടയാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുമുണ്ട് എന്നത് ആശ്വാസകരം. ഏത് വിധേനയും പാകിസ്ഥാനെതിരെ കരുക്കൾ നിൽക്കാൻ ശക്തരാണ് ഇന്ത്യ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എന്നാൽ സംഘർഷം കനക്കുന്നതിനിടെയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ട് തുറന്നുവിട്ടുകൊണ്ട് പുതിയ ജലതന്ത്രത്തിന് വഴിയൊരുക്കിയത്. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകരുടെ സ്രോതസ് കൂടിയാണ് ചെനാബ്. അപ്രതീക്ഷിതമായി ഒഴുകിയെത്തുന്ന വെള്ളം ജലനിരപ്പുയരാൻ കാരണമാകുകയും അത് നദീതീരത്ത് താമസിക്കുന്ന പാവപ്പെട്ടവരെ തന്നെയാണ് ബാധിക്കുന്നത്. യുദ്ധം അതിന്റെ പാരമ്യതയിൽ എത്തുമ്പോൾ ഇരകളാവുന്നത് സാധാരണക്കാരാണ്. ഇനി യുദ്ധത്തിന്റെ വ്യാപ്തി കുറച്ച് സമാധാനത്തിലേക്ക് നീങ്ങാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.